ജീവനക്കാർ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണ് എന്ന സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് എത്ര ശതമാനം യോജിക്കാനാവും? ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു തകരാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ചെറിയ രൂപത്തിലൊന്ന് മാറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരുപോലെ ഗുണകരമാവും. ജോലിദാതാവും ജോലിക്കാരനും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനമാണ് ശമ്പളം. ചില ആളുകൾ ജീവിക്കാൻ വേറെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും ഈ ജോലിക്ക് വരുന്നുണ്ടാവുക. ചില ആളുകൾ തീരെ ഇഷ്ടമില്ലാതെ ഒരു അന്തരീക്ഷത്തിലാണ് ജോലിക്ക് വരുന്നുണ്ടാവുക. മറ്റു ചില ആളുകൾക്ക് ജോലി ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. ഈ എല്ലാ കേസിലും ഇദ്ദേഹം സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശമ്പളം കിട്ടുന്നത് കൊണ്ട് ജോലിക്കാരൻ ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്ന് എംപ്ലോയർ ആഗ്രഹിച്ചാലും അത് നടക്കാതിരിക്കുന്നതിന് പലപ്പോഴും ഇതായിരിക്കും കാരണം. ജോലി സമയം കഴിഞ്ഞ് ജോലിക്കാർ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി കഴിഞ്ഞ സമയത്ത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കോ അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കോ മറ്റു സോഷ്യൽ ഇഷ്യൂസിലേക്കോ ഒക്കെ അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി പോകുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മാനേജറെ പോലെ ശാസിച്ചും ഭീഷണിപ്പെടുത്തിയും ജോലി ചെയ്യിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ പ്രചോദിപ്പിച്ചും അവർക്ക് പ്രോത്സാഹനം നൽകിയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസെന്റീവ്സ് നൽകിയും അങ്ങനെ പോസിറ്റീവായുള്ള രൂപത്തിൽ അവരെ ഒരു ലീഡറെ പോലെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയർക്ക് സാധിച്ചു കഴിഞ്ഞാൽ റിസൾട്ട്സ് ഭയങ്കര വ്യത്യാസമുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ജീവനക്കാർക്ക് താങ്കൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്ഥാപനത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഫംഗ്ഷന് പുറമെ എന്തെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാരണം കൂടി ആ സ്ഥാപനത്തിന് നൽകാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ മോട്ടിവേറ്റഡ് ആയി ഈ എംപ്ലോയീസ് ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയറായി മാറിക്കഴിഞ്ഞാൽ ഈ എംപ്ലോയീസിന്റെ ഒരു ഫുൾ പെർഫോമൻസ് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആർജിച്ചെടുക്കാൻ അതിന്റെ എംപ്ലോയർക്ക് സാധിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു നല്ല എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ആശംസിക്കുന്നു. താങ്ക് യു.